ഹരിശ്രീ ഗണപതായ നമ. നമസ്തേ, ഞാൻ കെ ജെ അഖിലേഷ്. നമുക്കിന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ ജൂലൈ 24 മുതൽ 30 വരെയുള്ള സമ്പൂർണ്ണ വാരഫലം ഒന്ന് നോക്കാം. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തികക്കാൽ അടങ്ങുന്ന മേടൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. പ്രവൃത്തി മേഖലകളിലൊക്കെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ കൈവരിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമാണ്. പ്രവൃത്തി മേഖലകളിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വാരം തന്നെയാണ്. സാമ്പത്തിക സ്ഥിതി മോശമാകാനുള്ള സാധ്യതകളില്ല. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും നമ്മൾ കൊടുത്ത ക്യാഷുകളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളും ഒക്കെ ഉള്ള വാരം തന്നെയാണ്. കുടുംബ അന്തരീക്ഷം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വാരം തന്നെയാണ്. ഗ്രഹത്തിൽ നല്ല സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകുന്ന വാരം തന്നെയാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഉറക്കം കുറയാനുള്ള സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കണം. നമ്മൾ ചില കഴിഞ്ഞു പോയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് മാനസികപരമായിട്ട് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി ഇടവൻ രാശിയാണ്. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിന്റെ ആദ്യ 2 പാദങ്ങളടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ വാരം ഏറെ ഗുണകരമായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലകൾ, അവരവരുടെ കർമ്മ മേഖലകൾ ശോഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായിട്ട് മുന്നേറ്റമുണ്ടെങ്കിലും സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ട് കടം മേടിക്കുക, കടം കൊടുക്കുക, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കേണ്ട ഒരു വാരം തന്നെയാണ്. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാകേണ്ട വാരം തന്നെയാണ്. അപ്പം പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വാരം തന്നെയാണ്. IT മേഖലയിലുള്ളവർക്ക് നല്ലതാണ്. മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മംഗളകർമ്മങ്ങൾ ഉണ്ടാകാനും കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതകളും ഒക്കെ ഉള്ള വാരം തന്നെയാണ്. എങ്കിലും ചില ഇഷ്ടമില്ലാത്തവരെയൊക്കെ ആശ്രയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്ക് ഏറെ ഇഷ്ടമില്ലാത്ത ചില ബന്ധുക്കളെ ആയിക്കോട്ടെ, കൂട്ടുകാരെ ആയിക്കോട്ടെ, അവരെയൊക്കെ നമ്മൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ബന്ധപ്പെടാനും അവരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു വാഴ്ച കൂടിയാണ്. അടുത്തതായിട്ട് മിഥുനൻ രാശിയാണ്. മകേരത്തിന്റെ അവസാന 2 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൽ ആദ്യ 3 പാദങ്ങളും അടങ്ങുന്ന മിഥുനൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധ്യതയുള്ള വാരം തന്നെയാണ്. നമ്മുടെ കർമ്മത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ വേതനങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പല വഴികളിലൂടെയും ധനം നമ്മുടെ കൈകളിലൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ മിഥുനൻ രാശിയിലൊക്കെ പെട്ടവർക്ക് ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പം ഈ നക്ഷത്രക്കാരെ ലോട്ടറിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വാരം തന്നെയാണ്. മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുന്ന വാരം തന്നെയായിരിക്കും. കൃത്യ നിർവഹണങ്ങൾ വേഗത്തിലാകാനുള്ള സാധ്യതകളുണ്ട്. തന്മൂലം ചില ശത്രു ദോഷങ്ങളും ശത്രു ബാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ബന്ധുക്കൾ പോലും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. മികച്ച അവസരങ്ങൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഒരു മികച്ച അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ വാഹനങ്ങളൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളൊക്കെ ഉള്ള വാരം തന്നെയാണ്. പ്രണയിനികൾക്കും നല്ല വാരം തന്നെയാണ്. ഊഹക്കച്ചവടക്കാർക്കും വളരെ നല്ല വാരം തന്നെ. പൊതുവെ എല്ലാ സമസ്ത മേഖലകളിലും ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം ശുഭകരം തന്നെയാണ്. പുണറത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ഉദ്യോഗസ്ഥർക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അവരുടെ കർമ്മ മേഖലകളിൽ നിന്ന് സ്ഥാനഭ്രംശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ട് അത്ര മെച്ചമുള്ള വാരം തന്നെ ആയിരിക്കില്ല. സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കുക, സാമ്പത്തികം കടം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ബിസിനസ്സുകാർക്കും വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള ഒരു വാരം തന്നെയാണ്. ബിസിനസ് പരമായിട്ട് ചില താഴ്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ആലോചിച്ചും കണ്ടും മുന്നോട്ട് പോകേണ്ട വാരം തന്നെ ആയിരിക്കും. മാനസികപരമായിട്ട് ചില വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പല കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, നമ്മുടെ കർമ്മ മേഖലയിൽ നിന്നായിക്കോട്ടെ, എന്തെങ്കിലും കാരണത്തിലൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വാരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ചുമതലകൾ മറ്റുള്ളവർ നമ്മളിൽ ഏൽപ്പിക്കുന്ന ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതും ശ്രദ്ധിക്കണം. ചില നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അപമാനിതനാകാനുള്ള സാധ്യതകളുമുണ്ട്. എങ്കിലും കലാകായിക മേഖലയിലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല വാരം തന്നെയാണ്. മകവും പൂരവും ഉത്തരത്തിന്റെ ആദ്യ പാദവും അടങ്ങുന്ന ചിങ്ങൻ രാശിയുടെ സമ്പൂർണ്ണ ഭാരഫലമാണ്. ഏറെ ജനകീയനാവാനൊക്കെയുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. നമുക്ക് കലാകായിക രംഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ചില പ്രസിദ്ധിയൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട്. കുടുംബ അന്തരീക്ഷം നല്ലതാവും. പ്രവൃത്തി മേഖലകളിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പ്രൊമോഷൻസുകൾ ലഭിക്കാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. സർക്കാരിൽ നിന്ന് നമ്മൾക്ക് കിട്ടാനുള്ള അനുമതികളൊക്കെ ലഭിക്കാനുള്ള വാരം തന്നെയാണ്. ഗ്രഹ നിർമ്മാണങ്ങളൊക്കെ, എന്തെങ്കിലും മുടങ്ങിക്കിടന്ന ഗ്രഹ നിർമ്മാണങ്ങളൊക്കെ പുനർനിർമ്മിക്കാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. സന്താനങ്ങൾക്കും ഏറെ ഗുണകരമുള്ള വാരം തന്നെയാണ്. സന്താനങ്ങളുടെ പഠിത്ത കാര്യത്തിലും
ഒക്കെ ഏറെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയൊക്കെ ഉണ്ടാകേണ്ട വാരം തന്നെയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും, ബിസിനസ്സിലായിക്കോട്ടെ, IT മേഖലകളിലായിക്കോട്ടെ, കച്ചവടത്തിലായിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും സമ്പൂർണമായിട്ട് വിജയം കൈവരിക്കാൻ സാധ്യതയുള്ള വാരം തന്നെയാണ്. ഉത്തരത്തിന്റെ ആദ്യ പാദവും അത്തവും ചിത്രയും അടങ്ങുന്ന കന്നി രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. മാനസികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകേണ്ട വാരമാണ്. സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ട വാരം തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. സന്തതികൾക്ക് ചില രോഗങ്ങളൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. പ്രണയിനികളെ സംബന്ധിച്ചിടത്തോളം പ്രണയങ്ങളൊക്കെ നഷ്ടമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പ്രണയിനികൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. കർമ്മ മേഖലകളിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ കാരണം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ തൊഴിൽ നഷ്ടപ്പെടുക, സ്ഥാനഭ്രംശങ്ങൾ സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ള വാരമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ആലോചിച്ചും കണ്ടും തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വാരം തന്നെയാണ്. സാഹസങ്ങൾക്കൊന്നും മുതിരാൻ പാടില്ലാത്ത വാരം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹസിക പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമൂലം ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാതാപിതാക്കൾക്ക് നല്ലതല്ല. അങ്ങനെ പൊതുവെ സമസ്ത മേഖലകളിലും അത്ര ഗുണകരമായിട്ടുള്ള ഒരു വാരമല്ല. എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. ചിത്തിരയുടെ അവസാന 2 പാദങ്ങളും ചോദ്യം വിഷാദത്തിന്റെ ആദ്യ 3 പാദങ്ങളും അടങ്ങുന്ന തുലാൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ദാമ്പത്യം സുഖകരമായിരിക്കും. ലോണുകൾ, ചിട്ടികളൊക്കെ ഇവ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. തൊഴിൽ രംഗത്ത് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്ന വാരം തന്നെയായിരിക്കും. ബിസിനസ്സുകൾ മെച്ചപ്പെടും. IT മേഖലകൾ നല്ലതാണ്. കച്ചവടക്കാർക്ക് നല്ലതാണ്. മറ്റുള്ളവർക്ക് നമ്മൾ നൽകിയ വാക്കുകൾ പാലിക്കാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അയൽക്കാരുമായിട്ടൊക്കെ ചില ശത്രുതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. തന്മൂലം ചില പോലീസ് വഴക്കുകളും പോലീസ് കേസുകളും ഒക്കെ ആകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അയൽക്കാരുമായിട്ടൊക്കെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കേണ്ട ഒരു വാരം തന്നെയാണ്. പ്രിയപ്പെട്ടവരുടെ നല്ല വാക്കുകളൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാവും. ചില മാനസികപരമായ ചില വിഷമതകളൊക്കെ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുടെ സന്തോഷ വാക്കുകൾ നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില അലച്ചിലുകളും യാത്രാക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള വാരം തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ആത്മവിശ്വാസം അമിതമാകാൻ പാടില്ലാത്ത ഒരു വാരമാണ്. എല്ലാ കാര്യങ്ങളും വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ഈ വാരം ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല. എല്ലാ സമസ്ത മേഖലകളിലും ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. കച്ചവടങ്ങളൊക്കെ ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. പ്രണയ നൈരാശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഏറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും. കുടുംബത്തിൽ പരസ്പരം കലഹങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം കുടുംബാന്തരീക്ഷം അത്ര ഗുണകരമാവണമെന്നില്ല. പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. ബന്ധു സമാഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പലരോടും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു വാരം തന്നെയായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പാദങ്ങളടങ്ങുന്ന ധനുരാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയായിരിക്കും. ശമ്പള വർധനവ് ലഭിക്കും. നമ്മുടെ മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഉപാസനകളൊക്കെ നടത്താനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയായിരിക്കും. മുടങ്ങിക്കിടന്നിരുന്ന വിവാഹ ആലോചനകളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. നല്ല ഒരു വിവാഹ ബന്ധങ്ങളൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമ്മൾ മറ്റാര് പറഞ്ഞാലും സ്വന്തം തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറുകയില്ല. ആ തീരുമാനങ്ങൾ ചിലപ്പോൾ ചില പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. പ്രത്യേകം സൂക്ഷിച്ചും കണ്ടും തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വാരം തന്നെയാണ്. കുടുംബത്തിൽ ഒത്തൊരുമ ഉണ്ടാകാനുള്ള സാധ്യതകൾ, കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും. എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ബന്ധു സമാഗമങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. നമ്മുടെ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ മാറ്റി വാങ്ങാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ആഡംബര ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട് വിനോദയാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളുമുള്ള വാരം തന്നെയാണ്. ഉത്രാടത്തിന്റെ അവസാന പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ 2 പാദങ്ങളടങ്ങുന്ന മകരൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. മികച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. ലോണുകൾ, ചിട്ടികൾ, മുടങ്ങിക്കിടന്നിരുന്ന KSFE പോലെയുള്ള ചിട്ടികളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. പിണങ്ങി നിന്നൊരുപാട്ടൊക്കെ ഇണങ്ങാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. നമ്മുടെ ചില പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. സാഹസിക പ്രകടനങ്ങളൊക്കെ നടത്തുന്നവർക്ക് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. വിരുന്നുകാരുടെ ഒരു വരവ് തന്നെ ഉണ്ട്. ബന്ധു സമാഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ്.
കർമ്മ മേഖലകളിലും പുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സമസ്ത മേഖലകളിലും ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. അവിട്ടത്തിന്റെ അവസാന 2 പാദങ്ങളും ചതയും പൂരുട്ടാതിയുടെ ആദ്യ പാദവും അടങ്ങുന്ന കുംഭൻ രാശിയുടെ സമ്പൂർണ്ണ ഭാരഫലമാണ്. ധനപരമായിട്ടുള്ള ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പല പല പ്രശ്നങ്ങളിലേക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. തന്മൂലം ആത്മവിശ്വാസങ്ങളൊക്കെ കുറയാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് പരമായിട്ടായിക്കോട്ടെ മറ്റെന്ത് പ്രവർത്തികളിലും നമ്മുടെ കർമ്മ മേഖലകളിൽ ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമാണ്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക്, വിദേശത്തൊക്കെ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള കാലതാമസം കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയായിരിക്കും. പലരും സഹായിക്കാൻ മുന്നോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സഹായം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിലുപരി അവരുമായി ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഒന്ന് ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും. പൂരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതി അടങ്ങുന്ന മീനൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. കർമ്മ മേഖലകളിൽ ഏറെ ഉയർച്ച ഉണ്ടാകുന്ന വാരം തന്നെയായിരിക്കും. എല്ലാ കാര്യങ്ങളും സമസ്ത മേഖലകളിലും ഗുണകരം തന്നെയുള്ള ഒരു വാരം തന്നെയായിരിക്കും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുക വളരെ മെച്ചപ്പെട്ട ഒരു വാരം തന്നെയായിരിക്കും. എല്ലാ സമസ്ത മേഖലകളിലും ഗുണകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു വാരം തന്നെയാണ്. സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശങ്ങൾ നമ്മളെ ഏറെ സഹായിക്കാൻ സാധ്യതയുള്ള വാരം തന്നെയാണ്. സുഹൃത്തിൻ്റെ ഉപദേശം കേൾക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാരം തന്നെയാണ്. ധൈര്യമായിട്ട് അവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. ചില കള്ളം പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ കർമ്മ മേഖലകളിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മൾ ചെയ്ത കാര്യങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി ചില കള്ളങ്ങളൊക്കെ പറയാനുള്ള സാധ്യതകളുള്ള വാരമായിരിക്കും. ആരോഗ്യകരമായിട്ട് ശ്രദ്ധിക്കേണ്ട വാരം തന്നെയാണ്. കൃഷി മേഖലകളിൽ ഏറെ ഗുണകരമായിട്ടുള്ള വാരം തന്നെയാണ്. കായിക മേഖലകളിൽ ഉന്നതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും ഗുണകരം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം.